ഹായ് മോളെ, സുഖമാണോ? കക്ഷത്തിലെ രോമം എന്താ വടിക്കാത്തത്? മോളെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നാട്ടിലെ കേശവമാവന്മാർക്കൊന്നും ഒരു പണിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വഴി പോകുന്ന പെൺകുട്ടികളെ വായി നോക്കുക, അല്ലെങ്കിൽ വല്ലവരുടെയും കുറ്റം കുറവും പറയുക, ഇതൊക്കെയാണ് ഇവരുടെ പണിയെന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവരൊരു സൈബർ വിങ് ആണ്. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പണികളുണ്ട്, ധാരാളം പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അതായത് ഏതെങ്കിലും മണ്ടന്മാരിടുന്ന ഇമേജുകൾക്ക് താഴെ അത് റിയൽ ആണെന്ന് വിചാരിച്ച് ലൈംഗിക ദാരിദ്ര്യം കൊട്ടിവെക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം പരിപാടി. അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാം. കേശവ മാമന്മാർ മാത്രമല്ല, കേശവ മാമികളും ഇക്കൂട്ടത്തിലുണ്ട്. ഉപദേശകരായും അല്ലാതെ സംരക്ഷകരായും അല്ലാതെ ഫേക്ക് അക്കൗണ്ടുകളായും മാമിമാരും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്രയും ലൈംഗികതാരം പിടിച്ചവരാണോ നമ്മുടെ മലയാളികൾ എന്ന് പലപ്പോഴും തോന്നിപ്പോയി ഈ സാധനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ അനിയനോ ചേട്ടനോ മാമനോ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പേര് സഹിതമാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ ഒന്നും പേര് ഇവര് പബ്ലിക്കായിടുന്ന കമന്റില്ല, പിന്നെ നമ്മളെന്തിനാ പേര് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത്? പിന്നെ ഇത്തരക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മക്കളുടെയോ ഫോട്ടോയൊന്നും പ്രൊഫൈൽ പിക്ചറാക്കി ഫേസ്ബുക്കിനകത്ത് വെക്കരുത്. ഇമാതിരി വളിഞ്ഞ കമന്റുകൾ ഇടുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ ഫേസ് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കരുത്. ദയവേത് ഇത്തരം ആളുകൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നിങ്ങളോ നാറി ബാക്കിയുള്ളവരെ കൂടി നാറ്റിക്കരുത്.